ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു ഭയങ്കര പ്ലാനിങ് ആയിട്ടാണ് വന്നത്. ഓരോ ദിവസവും ഭയങ്കര കിടിലം വ്ളോഗ് എടുക്കണം. ഈ അഹാനകൃഷ്ണയൊക്കെ ഇടുന്ന മാതിരി ഭയങ്കരമായിട്ട് ആ വ്ളോഗിനെ പറ്റി പഠിച്ച് നേരത്തെ പ്ലാൻ ചെയ്ത് എങ്ങനെയൊക്കെ എടുക്കണം, ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച ആവുന്നു, ഒന്നും നടക്കുന്നില്ല. പക്ഷെ ഞാൻ വന്ന അന്ന് മുതൽ എടുത്ത് വെച്ചിരിക്കുന്ന വ്ളോഗ് പോലും എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ ഹോം സിക്നെസ് നല്ല രീതിയിലുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു ടൈം തന്നെ ചേച്ചിക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് പോകേണ്ടി വന്നു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഓപ്പോൾ പോകുന്നതിൻ്റെ അന്ന് ഇതുപോലൊക്കെ എനിക്ക് മെട്രോ കാർഡ്, സിം കാർഡ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ ഞാനിപ്പോൾ ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പം അതിന് തലയില്ല വാലില്ല, സ്റ്റാർട്ടിങ്ങും ഇല്ല, അവളെ എയർപോർട്ടിൽ കൊണ്ടിട്ട് തിരിച്ച് വരുന്ന ഭാഗവും ഇല്ല, ഒന്നുമില്ല അതിനകത്ത്. കുറേ ഇടയ്ക്ക് മാത്രം കുറേ ക്ലിപ്പിങ്സ്. അപ്പോൾ ഇതിരണ്ടാന്ന് ഞാൻ കരുതി. പിന്നെ വിചാരിച്ചു എന്തായാലും എടുത്ത് വെച്ചേക്കുന്നതിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒരു ഭാഗത്തല്ലേ, അപ്പോൾ എടുത്ത് ഇട്ടേക്കാമെന്ന് കരുതി. സോ ഇന്നത്തെ വ്ളോഗ് അതായിരിക്കും. നിങ്ങൾക്ക് ഫുള്ള് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഞാൻ നല്ല നല്ല വീഡിയോസ് മാക്സിമം കൊണ്ടുവരാൻ നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. നിങ്ങളെ ഞാൻ ദുബായ് ഫുള്ള് ഞാൻ കാണുന്ന പോലെ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിരിക്കും, ഡോണ്ട് വറി. നമ്മൾ ഫസ്റ്റ് ഡേ ഇൻ ദുബായ്. എന്താണ് ഓപ്പോൾ പറയാനുള്ളത്? ഓപ്പോളല്ല, എൻ്റെ ഫസ്റ്റ് ഡേ. അപ്പോൾ എനിക്ക് 6 months ദുബായ്. സിമ്മും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഏതോ ഒരു എവിടേക്ക് പോകുന്നേ, ബുർജുമാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ പോൻ ബുർജുമാൻ, ബുർജുമാൻ മാൾ. ഓക്കെ, നമ്മൾ മെട്രോയിലാണ് പോകുന്നത്. ആദ്യം സിമ്മിനേക്കാൾ കൂടുതൽ നോവൽ കാർഡ്, നോവൽ എന്ന് പറയുന്ന ഒരു കാർഡ്, മെട്രോ കാർഡ് പോലെ. മെട്രോ കാർഡ് പോലെയല്ല, അതാണ് മെട്രോ കാർഡ്. അത് തന്നെ നമുക്ക് ബസ്സിനും ഇതിനും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. ചില ബസ്സിൽ ഈ പറയണത് പോലെ ക്യാഷ് എടുക്കുകയുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് കാർഡ് കൊടുത്താൽ മതി. അതാണ് ആദ്യം എടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആ കാർഡ് എടുക്കണം. അപ്പോൾ പറയുന്നത് ഇവിടെ മറ്റേ വിൻ്റർ തുടങ്ങുന്ന സമയമാണ്, ചൂടില്ലാന്ന്. നിൽക്കണം ഇവിടെ ഇറങ്ങിയിട്ട് കണ്ണും കാണാൻ വയ്യ, തലയും കാണാൻ വയ്യ, എന്താ സംഭവം. നമ്മുടെ മെട്രോ സ്റ്റേഷൻ ഏകദേശം. ഇതേതോ ഹൈപ്പർ മാർക്കറ്റാണ്, ഇത് റൂമിനടുത്ത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ്. നല്ല വെയിലുണ്ട്. നാട്ടിലുണ്ട് ലിറ്റിൽ കിങ്ഡം എന്ന് പറഞ്ഞിട്ടൊരു സ്കൂൾ, ഇവിടെ ഉണ്ട് ആ സെയിം സാധനം. ഡൈസോ ജപ്പാൻ. ഇത് ആക്ച്വലി ബുർജുമാളിനകത്തുള്ള കുറേ ഷോപ്സ്, നമ്മളുടെ ലുലു പോലെ തന്നെ പല പല ഷോപ്സിനകത്ത്. ഇതാണ് നമ്മൾ ഇന്നലെ നൈറ്റ് കണ്ട ദുബായ് വാൾ അല്ലെ, അങ്ങനെയല്ലേ പറയാ? ഫ്രെയിം. ഫ്രെയിം, സോറി. ദുബായ് ഫ്രെയിം. ഇതിലേറ്റവും വലിയ ഹൈലൈറ്റ്, ഞാൻ ഇന്നലെ എത്തി, ഇന്ന് ഓപ്പോൾ അവിടെ പോന്നു, നാട്ടിൽ പോന്നു. എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ട് പെട്ടി കണക്കെടുത്ത് പോകുന്നു. അങ്ങനല്ല പറയേണ്ടത്, അവള് വന്ന് തന്നെ പുകച്ച് പുറത്ത് ചാടിച്ചു, അതാണ് സത്യം. ഇല്ല, ഓപ്പോൾക്ക് പെട്ടെന്ന് ഷൂട്ട് തന്നു. ഓപ്പോൾ ഇന്ന് തന്നെ നാട്ടിൽ പോന്നു. ഇനി എത്ര ദിവസം? 10 ദിവസം, അതേ കൂടുതൽ. നോ ഐഡിയ എന്നൊക്കെ. ഇത് സാൻഡ്ര, ഹായ്. അത് അബി. അബി ഹായ്. നാട്ടുകാരെ മൊത്തം ഫേമസ്. അപ്പൊ ഇനി ഓപ്പോൾ ഇല്ലെങ്കിലും ഞാൻ സാൻഡ്ര, അബി എനിക്കിവിടെ കാണുന്നതാണ് എൻ്റെ ഒരു
ആ വിശ്വാസം, യാതൊരു പേടിയും വേണ്ടാണ്ട് എന്നെ സുരക്ഷിതമായ കരങ്ങളിലാണ് ഒപ്പോൾ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. വേറെ ഐറ്റം വന്നിട്ടുണ്ട്. മാറ് ചളിയടിക്കാൻ പോയിക്കോ. ഭീഷണി തിരിച്ചു വന്നില്ലെങ്കിൽ വാച്ചിന്റെ പൊള്ളി. ബൈ. അപ്പോൾ ഒപ്പോളിനെ നേരെ എയർപോർട്ടിൽ വിട്ടു. ഞാൻ റൂമിലെത്തി കിടന്നുറങ്ങി. കാരണം നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ വന്നതിൻ്റെ അന്ന് തന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. സോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. സോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.